നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ രാവിലെ കല്യാണ. എന്റെ മോളുടെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കം. നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ മോളെ. ഭൂമിയിൽ എല്ലാവരും ബന്ധുബലത്തിന്റെ നടുവിലാണല്ലോ നടക്കുന്നത്. തനിച്ച് നടക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അച്ഛനും മോളും ആ കൂട്ടത്തിലാണെന്ന് കരുതിയാ മതി. മോളെ, ഇപ്പൊ ഈ വീട്ടിലെ സങ്കടം പറയാൻ നമ്മൾ രണ്ടുപേരുണ്ട്. നാളെ മുതല് അച്ഛൻ മാത്രമാവും വീട്ടില്. സങ്കടാവില്ലേ? ഒരാളോട് മിണ്ടാൻ പോലും ആവാതെ ഭ്രാന്ത് പിടിക്കില്ല അച്ഛന്. ആര് പറഞ്ഞു മിണ്ടാൻ ആളില്ലെന്ന്? ഞാൻ എപ്പോഴും പറയാറില്ലേ അമ്മയുടെയൊക്കെ തന്നെയുണ്ടെന്ന്. അവൾ അങ്ങനെയൊന്നും പോവില്ല മോളെ. പിന്നെ നിന്റെ കാര്യം, ഈ കയ്യെത്തും ദൂരത്തിരിക്കുന്നത് പോലും ഒന്നെടുക്കണമെങ്കിൽ മോളെ മോളെ എന്ന് വിളിച്ച് ശീലിച്ചതിന്റെ ഒരു കുഴപ്പമുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കേണ്ടി വരും. അല്ലാതെ എന്താ? പിന്നെ നീ എപ്പോഴും വരുമല്ലോ. സദാനന്ദ, ജീവിതം ഇങ്ങനെയാ. കൈ പിടിച്ചിരുന്നവർ ഓരോരുത്തരായിട്ട് അടുത്തേക്കും അകലത്തേക്കും ആയിട്ട് പോവും. പിന്നെ തനിച്ചാവും. എന്നേക്കുമായി തനിച്ചാവുന്നൊരു യാത്രയുടെ ഒരു തുടക്കം. ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങും പോകുന്നില്ലെന്ന്. അപ്പോ അത് കേട്ടാ മതിയായിരുന്നില്ലേ? മോളുടെ കല്യാണം സമയത്ത് നടത്താതിരിക്കുന്ന ഒരു അച്ഛനാകണോ ഞാൻ? എന്റെ മോളെ, മുകളിൽ ചെല്ലുമ്പോഴേ ഇതിനൊക്കെ കണക്കുണ്ട്. സദാനന്ദ, നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അച്ഛന് പറയണ്ടേ എന്റെ മോള് സന്തോഷത്തിൽ നിൽക്കുന്ന കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിച്ചോ എന്ന് ചോദിച്ചാ അച്ഛന്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു 10 ജന്മത്തിന്റെ അഭിമാനം പറയാൻ നീ മാത്രം മതി. അച്ഛനെ കുറിച്ച് ഓർത്താ മോൾക്ക് സങ്കടം വരും. പകരം ആ ചിന്ത മാറ്റിവെച്ച് നിനക്ക് കിട്ടാൻ പോകുന്ന പുതിയ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാം. ഒരു ചെറിയ സങ്കടം തോന്നിയാലും എന്നെ വിളിക്കണോട്ടോ. വിളിച്ചു വരുത്തുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നിയിട്ട് ചെയ്യാതിരിക്കരുത്. കാറുകാരോടും ബസ്സുകാരോടൊക്കെ ചോദിച്ചാ അവരിവിടുന്ന് സുജാതയുടെ വീട്ടിലേക്കുള്ള ദൂരം കൃത്യമായിട്ട് പറഞ്ഞുതരും. പക്ഷേ അച്ഛനും മോൾക്കിടയിൽ അങ്ങനെ ഒരു ദൂരം ഇല്ലല്ലോ. നീ ഇവിടെ അച്ഛന്റെ നെഞ്ചിനകത്ത് തന്നെയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.